നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് 2 കൈറാൾ സെൻറ്റേഴ്സ് ആണ് പറഞ്ഞു നിർത്തിയത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാക്റ്റിക് ആസിഡ്. അതിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിളാണ് ആൽഡോ ടെട്രോസിസുകളുടെ ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പോൾ ഈ ആൽഡോ ടെട്രോസ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എറിത്രോസ്, ത്രയോസ് അങ്ങനത്തെ സ്റ്റീറോ ഐസോമേഴ്സിൻ്റെ കാര്യം. ഇതിലും അതുപോലെ എറിത്രോസ്, ത്രയോസ് എന്നാണ് നമ്മളതിനെ നെയിം ചെയ്യുന്നത്. മോണോസാക്കറൈഡ്സ് ആണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CH2OH, CHOH, CHOH, CHO. നമുക്ക് മോളിക്യൂൾ കിട്ടി. ഒരു ആൽഡോ ടെട്രോസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്പർ ഓഫ് കൈറാൾ കാർബൺസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 2 കൈറാൾ കാർബൺ, രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബൺസ് ആണ് കൈറാൾ കാർബൺ ആയിട്ടുള്ളത്. 2 കൈറാൾ കാർബൺ ഉണ്ട്. അപ്പോൾ 2n = 2 എന്ന് കിട്ടി. 2n നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, 2n = 4. അപ്പോൾ 4 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. അതാണ് വരച്ചിട്ടുള്ളത്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് 4 ഐസോമേഴ്സ് പോസിബിൾ ആണ്. താഴെ CH2OH, പിന്നെ CHOH, പിന്നെ CHOH, CHO, അങ്ങനെ 4 എണ്ണം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡുകൾ വരുന്നതിന് എറിത്രോസ് ഐസോമറും സെയിം ഗ്രൂപ്പുകൾ ഡിഫറെൻറ്റ് സൈഡ് വരുന്നത് ത്രയോസ് ഐസോമറാണ്. അങ്ങനെ 2 എറിത്രോസും 2 ത്രയോസും കിട്ടി. അതിൽ തന്നെ ഡെക്സ്ട്രോ എറിത്രോസ്, ലീവോ എറിത്രോസ് ഉണ്ട്, ഡെക്സ്ട്രോ ത്രയോസ്, ലീവോ ത്രയോസ് ഉണ്ട്. അങ്ങനെ 4 സ്റ്റീരിയോ ഐസോമേഴ്സ് കിട്ടി. ഇതിൽ നമ്മൾ ലാക്റ്റിക് ആസിഡ് പഠിച്ച സമയത്ത് ഇതുപോലെ 4 എണ്ണം കിട്ടിയപ്പോൾ നമുക്ക് 2 എണ്ണം, ഒരു ഡിയും ഒരു എല്ലും പിന്നെ 2 എണ്ണം മീസോയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. കാരണം അതിൻ്റെ മുകളിലും താഴെയും ഡിഫറൻ്റ് ആണ്. അതായത് ലാക്റ്റിക് ആസിഡിൻ്റെ മുകളിലും താഴെയും COH ആയിരുന്നു. പക്ഷേ ഇതിൽ മുകളിൽ CHO ആണ്, താഴെ CH2OH ആണ്. അപ്പോൾ അതിൽ പ്ലെയിൻ ഓഫ് സിമെട്രി വരില്ല. കട്ട് ചെയ്താലും പ്ലെയിൻ ഓഫ് സിമെട്രി വരില്ല. കാരണം ഇതാ കണ്ട, ഇതിലിപ്പോൾ നമ്മൾ നടുക്കി കൂടെ കട്ട് ചെയ്താലും അപ്പുറത്തും മുകളിലും താഴെ ഡിഫറൻ്റ് ആയതുകൊണ്ട് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് മീസോ കോമ്പൗണ്ട്സ് ഒന്നും തരുന്നില്ല. 4 ഒപ്റ്റിക്കൽ ഐസോമറിസമാണ് തരുന്നത്. അങ്ങനെ 4 എണ്ണം തന്നു. എന്താണ്, 2 എണ്ണം റൈറ്റ് സൈഡിലേക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും, 2 എണ്ണം ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ അതുപോലെ ഇതിലെന്താണ്, DL എറിത്രോസും ഉണ്ട്, DL ത്രയോസും ഉണ്ട്. DL എറിത്രോസ് എന്ന് പറയുന്നതാണ് ഇത് രണ്ടും കൂടിയിട്ടുള്ളത്. അതിന് നമ്മൾ എന്താ പറയുക, റെസിമിക്, DL എറിത്രോസിനെ റെസിമിക് എറിത്രോസ് എന്ന് പറയും, DL ത്രയോസിനെ റെസിമിക് ത്രയോസ് എന്ന് പറയും. ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഡിയും എല്ലും ഒക്കെ ആക്റ്റീവാണ്. റെസിമിക് എടുക്കുമ്പോൾ ഇനാക്റ്റീവാണ്. സാധാരണ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം, നമ്മളിപ്പോൾ എടുത്ത കോമ്പൗണ്ടിൽ നമ്മളിപ്പോൾ 2 കാർബൺ കൈറാൾ കാർബൺ n = 2 വരുന്ന കേസിൽ കൈറാൾ, അതായത് ഒപ്റ്റിക്കൽ ഐസോമറിസം ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് 2 കൈറാൾ സെൻറ്റേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് ജനറലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. എന്താണ് പറയാൻ പറ്റുക, അതായത് 2 കാർബണും, ഇപ്പോൾ ഈ ഒരു കാർബൺ നോക്കുക, ഈ കാർബണും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് CHO, H, OH, പിന്നെ ഇവിടെയുള്ള C, അങ്ങനെ 4 എണ്ണമാണ്. താഴത്തുള്ള കാർബൺ ആണെങ്കിലോ അതിലും എന്തുണ്ട്, OH ഉണ്ട്, H ഉണ്ട്, C ഉണ്ട്, പക്ഷേ താഴെ CH2OH ആണ്. അതായത് ആദ്യത്തെ കാർബണമത്തെ 4 ഗ്രൂപ്പും രണ്ടാമത്തെ കാർബണത്തെ 4 ഗ്രൂപ്പും സെയിം ആണെങ്കിൽ അതിൽ മീസോ കോമ്പൗണ്ട് ഉണ്ടാവും. അതായത് 4 ഐസോമേഴ്സ് വരേണ്ട സമയത്ത് 3 എണ്ണം ഉണ്ടാവുള്ളൂ, ഡിയും എല്ലും മീസോയും. പക്ഷേ മുകളിലുള്ള 4 എണ്ണവും താഴെയുള്ള 4 എണ്ണം നമ്മൾ ഡിഫറെൻ്റ് ആണെങ്കിൽ, അതിപ്പോൾ ലാക്റ്റിക് ആസിഡിൻ്റെ കേസാണെങ്കിൽ എന്താ, ലാക്റ്റിക് ആസിഡിൻ്റെ കേസാണെങ്കിൽ മുകളിലത്തെ കാർബൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് COH, H, OH, പിന്നെ ഒരു C ആണ്. അത് തന്നെയാണ് താഴത്തെ കാർബൺ എടുത്താലും COH, H, OH, C ആണ്. അപ്പോൾ എന്താണ്, 2 കാർബണും അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 കോമ്പൗണ്ട്സും സെയിം ആണ്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് ഒരു ഡിയും ഒരു എല്ലും പിന്നെ 2 മീസോയും ആയിട്ട് മാറാം. പക്ഷേ ആദ്യത്തെ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിലോ, ആൽഡോ ടെട്രോസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തേൽ ഒരെണ്ണം മാത്രം വ്യത്യാസമാണ്. HOH ഒക്കെ സെയിം ആണ്, പക്ഷേ മുകളിൽ CHO ആണ്, താഴത്തേൽ CH2OH ആണ്. അങ്ങനെ ഒരു കാർബണുമേ അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ഗ്രൂപ്പും അടുത്ത കാർബണും അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ഗ്രൂപ്പും സെയിം ആണെങ്കിൽ അതിന് മീസോ കോമ്പൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ 4ന് പകരം 3 ഐസോമർ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരെണ്ണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ സാധാ പോലെ 2n ഫോർമുലയിൽ നമുക്ക് എന്ത് കിട്ടും, 4 ഐസോമർ തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഓഫ് മോളിക്യൂൾസ് ഹാവിങ് 1 കൈറാൾ കാർബൺ 2 എക്സാമ്പിൾ ഉണ്ട്, 2 കൈറാൾ കാർബണും 2 എക്സാമ്പിൾ ഉണ്ട്. അതിൽ 2 കൈറാൾ കാർബൺ വരുന്ന കേസിലാണ് മീസോ കോമ്പൗണ്ട്സിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ളത്. ഇനി അതിനുശേഷം പിന്നെ വന്നൊരു സംഭവമാണ് റിലേറ്റീവ് ആൻഡ് ആബ്സലൂട്ട് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ DL സിസ്റ്റം ഓഫ് കോൺഫിഗറേഷൻ. അതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ,
ആദ്യം നമുക്ക് റിലേറ്റീവ് ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്താണെന്ന് പറയാം. നമ്മൾ സാധാരണ പറയുന്ന കോൺഫിഗറേഷൻ്റെ ഡെഫിനിഷൻ, അതായത് സ്പെസിഫിക് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്, അതായത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കോൺഫിഗറേഷൻ, അത് തന്നെയാണ് എന്തിൻ്റെയും ഡെഫിനിഷൻ. ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ്റെ ഡെഫിനിഷൻ സാധാ കോൺഫിഗറേഷൻ്റെ ഡെഫിനിഷനോട് സെയിം ആണ്. ശരിക്കുള്ള ആക്ച്വൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എന്താണോ അത് തന്നെയാണ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഡെഫിനിഷൻ അത് തന്നെയാണ്. ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അതാണ്. പക്ഷേ റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു പർട്ടിക്കുലർ ഐസോമർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് നോക്കിയിട്ട് വേറെ ഐസോമേഴ്സിനെ എന്ത് ചെയ്യുക, റിലേറ്റീവായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് നമ്മളൊരു കോമ്പൗണ്ട് മോളിക്യൂളിനെ സെലക്ട് ചെയ്തു, അതിനെ നമ്മൾ ആർബിട്രറി സ്റ്റാൻഡേർഡാക്കി വെച്ചു. ഇനി അതിൻ്റെ ബേസിസിൽ ബാക്കിയുള്ള കോമ്പൗണ്ട്സിനെ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് റിലേഷൻ പറയുക, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്ത് പറയുക. അങ്ങനത്തതിനാണ് നമ്മൾ എന്ത് പറയുക, റിലേറ്റീവ് കോൺഫിഗറേഷൻ പറയാം. ഇപ്പോൾ കോൺഫിഗറേഷൻ 2 ടൈപ്പ് ഉണ്ട്, റിലേറ്റീവ് കോൺഫിഗറേഷനും ആബ്സല്യൂട്ട് കോൺഫിഗറേഷനും. ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാ കോൺഫിഗറേഷൻ്റെ ഡെഫിനേഷൻ എന്താണോ അതാണ്, ശരിക്കുള്ള അറേഞ്ച്മെൻറ്റ് എന്താണോ അതാണ്, അത് ആബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണെന്ന് നമ്മൾ പറയും. റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തെ, മിക്കവാറും ആബ്സല്യൂട്ട് കോൺഫിഗറേഷനുള്ള ഏതെങ്കിലും ഒരു മോളിക്യൂളിനെ വെച്ചിട്ട് ബാക്കിയുള്ള മോളിക്യൂളിനെ ഇങ്ങനെ കമ്പയർ ചെയ്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിനാണ് റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇനി അതാണ് 2 ഡെഫിനിഷൻസ്. അങ്ങനെ ആബ്സല്യൂട്ട് കോൺഫിഗറേഷനും റിലേറ്റീവ് കോൺഫിഗറേഷനും ഒക്കെ നോക്കിയിട്ടാണ് പിന്നീട് എന്ത് വന്നത്, DL സിസ്റ്റം ഓഫ് കോൺഫിഗറേഷൻ. അതായത് മോളിക്യൂൾസിന് നമുക്ക് ഇതുവരെ അറിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന മോളിക്യൂള് റൈറ്റിലേക്ക് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും, മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ സ്മോൾ ലെറ്റർ D സ്മോൾ ലെറ്റർ L എന്ന് പറഞ്ഞാലും ഡെക്സ്ട്രോ എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും, ലീവോ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അത് രണ്ടും സെയിം ആണ്. പക്ഷേ ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ D ക്യാപിറ്റൽ ലെറ്റർ L ആണ്. ഇതും ഈ സ്മോൾ ലെറ്റർ Dയും L ആയിട്ട് ഒരു ബന്ധമില്ല. ക്യാപിറ്റൽ ലെറ്റർ DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊട്ടേഷൻസ് ആണ്, മറ്റേത് DL എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീനെ ഡിനോട്ട് ചെയ്യുന്ന 2 ടേംസ് ആണ്. അപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു നോമൻക്ലേച്ചർ സിസ്റ്റമാണ് ഈ DL സിസ്റ്റം. Dയും Lയും വെച്ച് നമ്മളിങ്ങനെ മോളിക്യൂൾസിന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം പണ്ട് കാലത്തൊക്കെ ഒരു 20th സെഞ്ച്വറിയുടെ സമയത്തൊക്കെ എങ്ങനെയാണ് ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന് പേര് കൊടുക്കുക എന്നുള്ളത് വലിയ ആർക്കും കെമിസ്റ്റിനൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു മോളിക്യൂൾ എടുത്തു, ഇതപ്പോൾ ഈ കാണുന്ന ഒരു മോളിക്യൂൾ എടുത്തു, ആ മോളിക്യൂൾ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കി. അപ്പോൾ അതിൽ ഒരു സ്റ്റീരിയോ ഐസോമർ റൈറ്റിലേക്ക് തിരിക്കുന്നുണ്ട്, ഒരു സ്റ്റീരിയോ ഐസോമർ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നുണ്ട്. അങ്ങനെ 2 ഐസോമർ കിട്ടി. പക്ഷേ ഇതിന് പ്ലസ് കൊടുക്കണം, ഏതിന് മൈനസ് കൊടുക്കണം എന്ന് ഏതാണ് പ്ലസ് ഏതാണ് മൈനസ് എന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല. ഒരെണ്ണം പ്ലസ് ആണ്, ഒരെണ്ണം മൈനസ് ആണെന്ന് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കുക, പിന്നെ എങ്ങനെയാണ് അത് വെച്ച് പിന്നെ സ്റ്റഡീസ് നടത്തുന്നതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്ത് റൊസാനോഫ് എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു, ആൾ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതെങ്ങനെയാണോ ഉള്ളത് അത് വെച്ചിട്ട് ബാക്കിയുള്ളതിന് നമുക്ക് നെയിമിങ് കൊടുക്കാം. അതാണ് റിലേറ്റീവ് കോൺഫിഗറേഷൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഏതെങ്കിലും മോളിക്യൂൾ എടുത്തു, അതിനെ സ്റ്റഡി ചെയ്തിട്ട് അതിനൊരു പേര് കൊടുത്തു, പിന്നെ അത് വെച്ചിട്ട് ബാക്കിയുള്ള മോളിക്യൂളിൻ്റെ പേര് കൊടുക്കാമെന്ന് എന്താ പറയുക കമൻറ്റ് മുന്നോട്ട് വെച്ചു. അങ്ങനെ അതിന് വേണ്ടി അദ്ദേഹം സെലക്ട് ചെയ്ത ഒരു മോളിക്യൂളിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലിസറാൾഡിഹൈഡ്. അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് CH2OH CHOH CHO, ഇത്രയേ ഉള്ളൂ, 3 കാർബണേ ഉള്ളൂ. അതിനെന്ത് ചെയ്തു, അദ്ദേഹം പേര് കൊടുത്തു, ഈ OH റൈറ്റ് സൈഡിൽ വരുന്ന ഈ മോളിക്യൂള് D എന്ന് പേര് കൊടുത്തു. അത് പ്ലസ് ആണ്. അതായത് ഈ പ്ലസ് ഉള്ള ഈ മോളിക്യൂളിനെ നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിച്ചപ്പോൾ ആ മോളിക്യൂള് റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്തത്, അപ്പോൾ അതിന് പ്ലസ് ആണല്ലോ, അതിന് നമ്മൾ D എന്ന് അങ്ങോട്ട് പേര് കൊടുത്തു. പിന്നെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത മോളിക്യൂളിന് L എന്നും പേര് കൊടുത്തു. അങ്ങനെ ഇതൊരു സ്റ്റാൻഡേർഡാക്കി വെച്ചിട്ട് ബാക്കിയുള്ള മോളിക്യൂളിനൊക്കെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു സിസ്റ്റം കണ്ടുപിടിച്ചു. അതാണ് DL സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, DL സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഗ്ലിസറാൾഡിഹൈഡ് ആണ്. പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള മോളിക്യൂളിനൊക്കെ DL എന്നൊക്കെ പേര് കൊടുത്തു. അപ്പോൾ അതിൽ വരുന്ന ഒരു കോൺട്രഡിക്ഷൻ അല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ D+ ഗ്ലിസറാൾഡിഹൈഡ് എടുത്തപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിച്ചത് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു എന്നാണ്. നമ്മളതിന് D എന്ന് ഓൾറെഡി പേര് കൊടുത്ത് വെച്ചേക്കാണ്. അതിനെ ഒരു മെർക്കുറിക് ഓക്സൈഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഓക്സിഡേഷൻ നടത്തി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഗ്ലൈസറിക് ആസിഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടി. പക്ഷേ ആ മോളിക്യൂൾ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, അത് ലെഫ്റ്റിലോട്ടാണ് തിരിച്ചത്. അപ്പോൾ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുള്ളൂ, മൈനസേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ നോമൻക്ലേച്ചർ അനുസരിച്ച് D ഗ്ലിസറാൾഡിഹൈഡ് എന്ന് വന്ന ഒരു മോളിക്യൂൾ ആയതുകൊണ്ട് അതിനെയും നമ്മൾ D ഗ്ലൈസറിക് ആസിഡ് എന്നാണ് വിളിക്കുക. മൈനസ് ആണെന്ന് വെച്ചിട്ട് L കൊടുക്കണം എന്നില്ല. കാരണം എന്താണ്, നമ്മുടെ നെയിമിംഗ് സിസ്റ്റത്തിൽ
ഡി കൊടുത്ത മോളിക്യൂള് ആബ്സലൂട്ട് കോൺഫിഗറേഷൻ ആക്കി വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ മോളിക്യൂൾ എന്നുള്ള രീതിയിൽ റിലേറ്റീവ് ആയിട്ട് നമ്മൾ അതിനെയും ഡി എന്നാണ് വിളിക്കുക. അതാണ് പറഞ്ഞത് പ്ലസ് മൈനസ് സ്മോൾ ലെറ്റർ ഡി ഡി എൽ ക്യാപിറ്റൽ ഡി എൽ തമ്മിൽ അങ്ങനെ ഇത് തന്നെ അതാവണം. പ്ലസ് ഉള്ളതൊക്കെ ഡി ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ മൈനസ് ഉള്ളതും എന്താവാം ഡി ആവാം. അപ്പോൾ അതിനർത്ഥം എന്താ, ഇത് വെച്ചിട്ട് അവർ പുതിയൊരു സീരീസ് തന്നെ ഉണ്ടാക്കി, ഡി സീരീസും എൽ സീരീസും. അതായത് ഈ പാർട്ട് ഗ്ലിസറാൾഡിഹൈഡിൻ്റെ പാർട്ടാണ്, ഡിയിൽ വരുന്ന പാർട്ടാണ്. അപ്പോൾ ഈ പാർട്ടുള്ള എല്ലാ മോളിക്യൂളും എന്താക്കി ഡി സീരീസ് ആക്കി, ഈ പാർട്ട് വരുന്ന എല്ലാ മോളിക്യൂളും എൽ സീരീസ് ആക്കി. അങ്ങനെ ഒരു സീരീസ് തുടങ്ങി അതിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഇതിപ്പോൾ ഇതിൽ നിന്നുണ്ടാക്കുന്ന എല്ലാ മോളിക്യൂളും എന്താണ് അതേ ഇപ്പോൾ ഡിയിൽ നിന്നുണ്ടായ എല്ലാ മോളിക്യൂളും അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അതിനൊക്കെ ഡി എന്ന് കൊടുത്തു, മറ്റേ എല്ലിൽ നിന്നുണ്ടാക്കിയ എല്ലാത്തിനെയും എല്ലിൽ നിന്ന് കൊടുത്തു. അങ്ങനെയാണ് ഡി എൽ കോൺഫിഗറേഷൻ്റെ നെയിമിങ്. അതുകൊണ്ടാണ് നമ്മൾ ലാക്റ്റിക് ആസിഡ് പഠിച്ച സമയത്ത് ഡി മൈനസ് ലാക്റ്റിക് ആസിഡും എൽ പ്ലസ് ലാക്റ്റിക് ആസിഡും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡി പ്ലസും എൽ മൈനസും വരേണ്ടത് നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല, ഡി മൈനസും എൽ പ്ലസും വരുന്ന കുറേ എക്സാമ്പിൾസും ഉണ്ട്. അങ്ങനെ അതാ ഇത് കണ്ടോ പ്ലസും മൈനസും മാറി വരുന്നു. അങ്ങനെ പിന്നെന്താണ് കുറേ ഈ റിലേഷൻഷിപ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആസിഡ്സിനും ഷുഗർസിനും അമിനോ ആസിഡ്സിനൊക്കെ എന്ത് ചെയ്തു, പേര് കൊടുത്തു. പിന്നെ ഇതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണയായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സ് അമിനോ ആസിഡ്സ് അതുപോലുള്ള മോളിക്യൂൾസിൽ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. എല്ലാ മോളിക്യൂളിലും നമുക്കത് അപ്ലിക്കബിൾ ആയിട്ട് പറ്റിയില്ല. അങ്ങനെ ഈ ഡി എൽ സിസ്റ്റമാണ് ആദ്യമായിട്ട് നെയിമിങ് ചെയ്ത ഒരു സിസ്റ്റം. പിന്നെ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയ സിസ്റ്റമാണ് ക്യാൻ ഇൻഗോൾഡ് പ്രിലോഗ് സിസ്റ്റം, CIP സിസ്റ്റം. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഈ ഡി എൽ സിസ്റ്റം എന്താണെന്ന് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ നോമൻക്ലേച്ചർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്രയാണ് കേട്ടോ.